ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, പാസ്ചറൈസേഷൻ ആണല്ലേ. ഡയറി പ്രോസസ്സിങ്ങിൽ നമ്മൾ തുടക്കം തൊട്ട് ഒടുക്കം വരെ അല്ലേ പല സ്ഥലങ്ങളിലും പാസ്ചറൈസ്ഡ് മിൽക്ക് നമ്മൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. പാസ്ചറൈസേഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുക എന്തായിരിക്കും? നമ്മുടെ മിൽമ കവറിൻ്റെ മുകളിൽ എന്താണ് ഹോമജനൈസ്ഡ്, അതുപോലെ ടോൺഡ്, ഡബിൾ ടോൺഡ്, അങ്ങനെയെല്ലാം ഉള്ള ഗ്രേഡിങ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ പാസ്ചറൈസ്ഡ് മിൽക്ക് എന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതൊരു ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചൂട് കൊണ്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ഈ പറഞ്ഞ മിൽക്കിനെ സേഫ് ഫോർ കൺസപ്ഷൻ, ഹ്യൂമൻ കൺസപ്ഷൻ സേഫ് ആക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് പ്രധാനമായിട്ടും കേട്ടോ. അതിനോടൊപ്പം ഷെൽഫ് ലൈഫ് കൂട്ടുക, അങ്ങനെയുള്ള കുറച്ച് ഉദ്ദേശങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ പാസ്ചറൈസേഷൻ ചെയ്യുന്നത് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 21 പരീക്ഷയിൽ 2 ചോദ്യമാണ് ഈ ഒരു മേഖലയിൽ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ്ചറൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഡെഫിനേഷനും ബേസും ഹിസ്റ്ററിയും അതുപോലെ മെത്തേഡ്സും മാത്രം പഠിച്ചു പോയിട്ട് യാതൊരു കാര്യമില്ല. പാസ്ചറൈസേഷൻ നിങ്ങൾക്ക് അറിയാം, 1 ക്ലാസ് തീർക്കാം, 2 ക്ലാസ് തീർക്കാം, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യം എന്താണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു ചോദ്യം എന്തായിരുന്നു വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കണ്ടു കാണാം. എന്താണ്? UHT സ്റ്റെറിലൈസേഷന് ശേഷം നമ്മൾ സീൽ ചെയ്യുമ്പോൾ, പാക്കിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയായിരുന്നു എന്നാണ് ചോദ്യം. എത്ര മൈന്യൂട്ടായിട്ടുള്ള പോയിൻ്റാണ് നമ്മൾ ശ്രദ്ധിക്കണം. അത്രയും മൈന്യൂട്ടായിട്ടുള്ള പോയിൻ്റാണ്. അതുപോലെ അത് നമുക്ക് UHT സ്റ്റെറിലൈസേഷന് ശേഷം നമ്മൾ അറിയാമല്ലോ, UHT സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം ഇതിനെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിലുണ്ടാകാവുന്ന ക്വാളിറ്റേറ്റീവ് ചേഞ്ച് എന്തായിരുന്നു എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഇങ്ങനെ 2 ചോദ്യങ്ങളാണ് ഒരു മേഖലയിൽ നിന്ന് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ്ചറൈസേഷനെ കുറിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചു പോയാൽ തീരത്തില്ല. അത് പോരാ നമുക്ക് കേട്ടോ. നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ് പാസ്ചറൈസേഷൻ? നിങ്ങൾക്ക് ഇവിടെ മാത്രം ഡയറി സയൻസിൽ മാത്രമല്ല, ഇതിൻ്റെ ഡബിൾ എഫക്റ്റ് ആണ്. കാര്യം ഫുഡ് സയൻസിലും പാസ്ചറൈസേഷൻ പഠിക്കാനുണ്ട്. അത് ഒരു ഭാഗമുണ്ട്. ഈ ഒരു ക്ലാസ് പഠിച്ചാൽ തന്നെ നമുക്ക് ആ 2 ഭാഗവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാം റെഡി അല്ലേ? ഇന്നിപ്പോൾ പാസ്ചറൈസേഷനെ കുറിച്ചുള്ള ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ പാസ്ചറൈസേഷൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, പിന്നെ അത് എന്തിന്, അതുപോലെ അതിനെതിരെയുള്ള ഒബ്ലിഗേഷൻസ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറേ ഭാഗങ്ങളാണ് നമുക്ക് ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജിയിൽ തുടക്കം. അപ്പോൾ അത്രയും ഭാഗങ്ങൾ ഏകദേശം 10 സ്ലൈഡ് മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം അവസാനമുണ്ട്. അവസാനം നിങ്ങൾ ആ ചോദ്യങ്ങളുടെ ആൻസർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു ക്ലാസ് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന മാർക്ക് ഉറപ്പാക്കിയിട്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ടോപ്പിക്ക് തീർത്തു എന്നുള്ളതല്ല. അപ്പോൾ എന്ത് ചെയ്യണം മക്കളെ? നമ്മൾ ചോദ്യങ്ങളുടെ വേരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. മനസ്സിലായില്ലേ? ചോദ്യങ്ങളുടെ വേരിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് എവിടെ നിന്ന് ആ ചോദ്യം വന്നു, ഏത് ലെവലിൽ പഠിച്ചപ്പോഴത്തേക്കാണ് ആ ചോദ്യം നമുക്ക് കിട്ടുന്നത്, ആ ലെവലിൽ നമ്മൾ കവർ ചെയ്ത് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡോൺ വറി, ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പാണ് കേട്ടോ. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട. നമുക്കത് വളരെ വിശദമായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ പാസ്ചറൈസേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുന്നേ ഒരു സന്തോഷ വാർത്ത ഇന്നത്തെ ക്ലാസ്സിൽ പറയാതെ നിവർത്തിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്. വേറൊന്നുമല്ല, സഹകാരി റേസ് പ്ലസ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സായിരുന്നു സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ അല്ലെങ്കിൽ GST ഓഫീസർ എന്നൊക്കെ പറയുന്ന GST വകുപ്പിലേക്കുള്ള ഒരു പരീക്ഷ. അതിനകത്ത് CA-കാരും അതേപോലെ LLB-കാരും അതുപോലെ MBA-കാരൊക്കെയാണ് പരീക്ഷ എഴുതിയത്. അപ്പോൾ ഈ പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സന്തോഷം ഇതാണ് മക്കളെ, 1ാം റാങ്ക്, അതുപോലെ 2ാം റാങ്ക്. 1ാം റാങ്ക് നമ്മുടെ വേണ്ടപ്പെട്ട മുഹമ്മദ് റിയാസ് മലപ്പുറംകാരനാണ്. അതുപോലെ 2ാം റാങ്ക് അഡ്വക്കേറ്റ് ശ്രീകുമാർ കൊല്ലംകാരനാണ്. അതുപോലെ വിഷ്ണു KV 5ാം റാങ്ക്. അപ്പോൾ ആദ്യത്തെ 5-ൽ 3 സഹകാരി അടിച്ചിരിക്കുകയാണ്. നമ്മുടെ ശ്രീന കൃഷ്ണ 7ാം റാങ്ക്, അതുപോലെ ബ്ലസ്സി 8ാം റാങ്ക്, 9ാം റാങ്ക് നമ്മുടെ രഞ്ജു തിരുവനന്തപുരംകാരിയാണ്. അതുപോലെ 12ാം റാങ്ക് പ്രവീൺ, 13ാം റാങ്ക് നീതു. ഇങ്ങനെ ബാക്കി ഞാൻ അങ്ങോട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടില്ല. ഇപ്പോൾ ഇത്രയും വരെ ഫോട്ടോ മാത്രമേ കളക്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ വർക്കാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ സന്തോഷം പറയാൻ നിവർത്തിയില്ല. എന്തുകൊണ്ടാണ് മക്കളെ? നമുക്കിത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഫുഡ് സേഫ്റ്റി ഓഫീസർ മാത്രമല്ല, JHI മാത്രമല്ല, ഇപ്പോൾ ഡയറി ഫൈൻ ഇൻസ്ട്രക്ടറിൻ്റെ പരീക്ഷയുടെ റിസൾട്ട് വരാൻ പോവുകയാണ്. ഡയറി ഫൈൻ ഇൻസ്ട്രക്ടറിൻ്റെ പരീക്ഷയുടെ റിസൾട്ടിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ റിസൾട്ടാണ്. റാങ്ക് ലിസ്റ്റിൻ്റെ ഭൂരിഭാഗവും സ്വന്തമാക്കുക എന്നത് നമ്മുടെ ഒരു ശീലം തന്നെയാണ്. ആ ശീലത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളാണ്. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ആ ചുമര് നിങ്ങളെന്ന് പറയുന്ന ചുമരുണ്ടെങ്കിൽ മാത്രമേ സഹകാരിക്ക് ചിത്രം എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചുമര് സ്ട്രോങ് ആക്കുക എന്ന് എനിക്ക് പറയാനുള്ളത്. എങ്ങനെ സ്ട്രോങ് ആക്കാൻ പറ്റും പറയൂ. പരീക്ഷകൾ എഴുതി സ്ട്രോങ് ആക്കണം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? പരീക്ഷ എഴുതി റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ
ഓരോ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം, പ്രസ്താവന ചോദ്യങ്ങളും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ആസേഷൻ റീസണിങ് എല്ലാം നിങ്ങൾക്ക് തന്ന് പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ക്ലാസ് കണ്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തോന്നുന്നു. കാരണം അവസാനം പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ചോദ്യം അറിയാമല്ലോ എന്ന് നമുക്കൊരു കൂൾ മൈൻഡ് ഉണ്ടായിരിക്കും. ഈ ക്ലാസ് കണ്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 48 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് പരീക്ഷ നിർബന്ധമാണ്. അറിയാമല്ലോ, എല്ലാവരും 48 അവേഴ്സിനുള്ളിൽ എഴുതണം. ഇന്ന് തന്നെ ഒരാൾ വിളിച്ചിട്ട് സാറേ എനിക്ക് പരീക്ഷ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, 48 മണിക്കൂറുള്ളിൽ പരീക്ഷ എഴുതാൻ പറ്റുന്നവർ മാത്രം കയറിയാൽ മതി. അത് നിർബന്ധമാണ് ഇവിടെ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. അത് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ 5 അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 1ാം റാങ്ക് മേടിച്ച ആളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫുൾ അറ്റംപ്റ്റ്, എത്ര അറ്റംപ്റ്റ് കൊടുക്കുന്നു അത്രയും അറ്റംപ്റ്റ് അത് എഴുതിയിരിക്കും. ഫുൾ മാർക്ക് കിട്ടിയാലും എഴുതിക്കോ. നിങ്ങൾ ഒരു ക്ലാസ് കഴിഞ്ഞ് ആ ക്ലാസിന്റെ പരീക്ഷ കഴിഞ്ഞ് ഫുൾ മാർക്ക് കിട്ടിയാൽ എഴുതിക്കോ. എന്തിനാ കളയുന്നേ? നോക്കൂ, ഞാൻ പറയുന്നു ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്, നമ്മൾ മറ്റുള്ള ഏത് മെത്തേഡിനേക്കാൾ കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അറിയാവുന്നുള്ളതോ അറിയാത്തതോ അതിന്റെ ആൻസറിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഉറങ്ങാൻ കഴിയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യമാണ്. 1ാം റാങ്കിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക്. അപ്പോൾ അവരെല്ലാം ഫോളോ ചെയ്ത കാര്യങ്ങൾ, അവരെല്ലാം കൂടെ നമ്മൾ ഫോളോ ചെയ്യിച്ച കാര്യങ്ങളാണ് പറയുന്നത്. അത് നിങ്ങൾ ഫോളോ ചെയ്യും. ഓക്കെ, ബാക്കി എല്ലാം അതിൻ്റെ വഴിയേ വരും. അപ്പോൾ എക്സാമിനേഷൻ എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും വളരെ വലിയൊരു വ്യത്യാസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അതിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ റാങ്ക് ലിസ്റ്റും നമുക്ക് ഇതേപോലെ പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അതിന് എനിക്ക് പിന്തുണയായിട്ട് നിൽക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ പിന്തുണയാണ് സഹകാരിക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ഉടൻ തന്നെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറായിട്ട് അഡ്വൈസ് മേടിക്കാൻ പോകുന്ന എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ 40ഓളം പേരുണ്ട്. എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് വെച്ചാൽ ഒരുപാട് സമയം എടുക്കും. കാരണം എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു മോട്ടിവേഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ന്യൂസ് നിങ്ങളുടെ കൂടെ ഈ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ തകർക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സം ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് റിഗാർഡിംഗ് പാസ്ചറൈസേഷൻ. എങ്ങനെ പാസ്ചറൈസേഷൻ വന്നു, പാസ്ചറൈസേഷൻ ആര് കൊണ്ടുവന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോകാൻ പോകുന്നത്. നോക്കാം. ദ ടേം പാസ്ചറൈസേഷൻ, ആ പേര് തന്നെ ഉണ്ടല്ലേ, ആരാ? ലൂയിസ് പാസ്ചർ, ഫ്രഞ്ചുകാരനായിട്ടുള്ള ലൂയിസ് പാസ്ചർ ആണ് ഈ ഒരു ടേം, അദ്ദേഹത്തിന്റെ പേരിനോടനുബന്ധിച്ചാണ് പാസ്ചറൈസേഷൻ എന്ന ടേം കോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആരുടെ പേരിനോടനുബന്ധിച്ചാണ് അങ്ങനെ ചോദിക്കില്ല. കാരണം ആ പേര് തന്നെ ഓപ്ഷനിൽ തന്നാൽ അവിടെ ഉണ്ടല്ലേ, ലൂയിസ് പാസ്ചർ നമുക്കറിയാം, വാക്സിൻ പേപ്പർ വിഷയം ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നോക്കാം. ദ ടേം പാസ്ചറൈസേഷൻ ഹാസ് ബീൻ കോയിൻഡ് ആഫ്റ്റർ ദ നെയിം ഓഫ് ലൂയിസ് പാസ്ചർ ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിലെ ലൂയിസ് പാസ്ചറുടെ പേരിനോടനുബന്ധിച്ചാണ് അല്ലേ. നോക്കൂ, 19ാം നൂറ്റാണ്ടിൽ 1860-64 കാലത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. എന്താ അദ്ദേഹം ചെയ്തത്? വൈനിനെ പ്രിസർവ് ചെയ്യാനുള്ള മെത്തേഡാണ് അദ്ദേഹം നോക്കിയത് കേട്ടോ. അതായത് വൈൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് സ്പോയിലേജ് ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. ഈ സ്പോയിലേജ് ഓർഗാനിസം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള നമ്മുടെ ഷുഗറിനെ അസിഡിക് ആക്കി മാറ്റും അല്ലേ, അതിനെ ഫെർമെന്റ് ചെയ്ത് അസിഡിക് ആക്കി മാറ്റും. കുറേ കാലം നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ സ്പോയിലേജ് ഓർഗാനിസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്ത് സംഭവിക്കും, അത് സ്പോയിലേജ് സംഭവിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വൈനെ സംബന്ധിച്ചിടത്തോളം വൈനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ട് വന്നു. അപ്പോൾ 1860-കളിലാണ് അദ്ദേഹം ഈ വൈനെ 50 to 60 ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂടാക്കി അല്ലേ. നോക്കൂ, ആൽക്കഹോളിന്റെ തിളനില എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. എത്രയാണ് ആൽക്കഹോളിന്റെ തിളനില? കമന്റ് ചെയ്യണം കേട്ടോ. അറിഞ്ഞുണ്ടെങ്കിൽ നോക്കിയിട്ട് താഴെ കമന്റ് ചെയ്യണം, മറക്കൂല. ഇത് ചോദിക്കാൻ സാധ്യതയില്ല. എന്നാൽ ഫുഡ് പ്രോസസിംഗിൽ നമുക്ക് പല സ്ഥലങ്ങളിലും ടച്ച് ചെയ്യുന്നുണ്ട് ഈ ഭാഗം. എന്തായാലും നോക്കൂ, ആൽക്കഹോളിന്റെ തിളനിലയ്ക്ക് താഴെയായിരുന്നു ഈ ടെമ്പറേച്ചറുകളെല്ലാം. മനസ്സിലായില്ലേ? അതായത് ഈ പറഞ്ഞ 70 ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആൽക്കഹോൾ എന്തായി പോകും? അത് ആവിയായി പോകും അല്ലേ. അപ്പോൾ നോക്കാം, 50 മുതൽ 60 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഇതിനെ ചൂടായിക്കൊണ്ട് വൈനെ ഹീറ്റ് ചെയ്തുകൊണ്ട് അതിനകത്തുള്ള സ്പോയിലേജ് ഓർഗാനിസത്തെ നശിപ്പിക്കാമെന്ന് കണ്ടുപിടിച്ചു ആര്? ലൂയിസ് പാസ്ചർ അല്ലേ. അപ്പോൾ പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ച ആരാണ്? ലൂയിസ് പാസ്ചർ ആണ്. പക്ഷേ ഈ ഒരു ടെക്നിക്ക് നേരത്തെ എന്താ പറഞ്ഞത്? വൈനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലൂയിസ് പാസ്ചർ ഈ ഒരു ടെക്നിക്ക് കൊണ്ടുവന്നത്. പക്ഷേ നോക്കൂ, ഡോക്ടർ സോൾസെറ്റ് 19ാം നൂറ്റാണ്ടിൽ തന്നെ 1886-ലാണ് ആദ്യമായിട്ട് നമ്മുടെ മിൽക്കിൽ ഈ ഒരു ടെക്നോളജി പരീക്ഷിക്കാമെന്ന് കണ്ടെത്തിയ ആരാണ്? ഡോക്ടർ സോൾസെറ്റ് ആണ്. നോക്കൂ, ശ്രദ്ധിക്കൂ. ഓൾദോ ലൂയിസ് പാസ്ചർ pioneered the studies on heat treatment for preservation, pasteurization of milk was attributed to Sorgselt of Germany 1886 അല്ലേ. നോക്കാം, 1886 ഡോക്ടർ സോക്സെൽറ്റിനാണ് നമ്മുടെ ഈ പറഞ്ഞ മിൽക്കിന്റെ പാസ്ചറൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രെഡിറ്റ് മാർക്കാണ്. അദ്ദേഹമാണ് ഈ പറഞ്ഞൊരു മെത്തേഡ് മിൽക്കിൽ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത്. ഡോക്ടർ സോക്സെൽറ്റ് ജർമ്മനാണ്. 886. ഇതെത്ര? 860-64 ഈ പറഞ്ഞ പാസ്ചറൈസേഷൻ ടെക്നിക്ക് ആദ്യമായിട്ട് ലൂയിസ് പാസ്ചർ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ കിടക്കുന്നത് സോക്സെൽറ്റ് അല്ലേ. സോക്സെൽറ്റ് ഒരു ചോദ്യമാണ്. അതുപോലെ എന്താണ് ഇവിടെ നമ്മുടെ ലൂയിസ് പാസ്ചർ ഒരു ചോദ്യമാണ്. ഫ്രാൻസുകാരനാണെന്ന് ചോദിക്കത്തില്ല.
വർഷം ഈ വർഷം നോട്ട് വെക്കുക, 1886 ഇദ്ദേഹം മിൽക്കിൽ ഈ പറഞ്ഞ സംഗതി എന്ത് ചെയ്ത് ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്നൊക്കെ ചുമ്മാ ക്വസ്റ്റ്യൻ ആണ്, അത് ചോദിക്കാൻ സാധ്യത കുറവാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് പാസ്ചറൈസേഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് IDFന്റെ ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷന്റെ ഡെഫിനിഷൻ നോക്കാൻ പോകുന്നത്. പാസ്ചറൈസേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് അപ്ലൈഡ് ടു എ പ്രോഡക്റ്റ് with an object of minimizing possible health hazard arising from pathogenic microorganisms associated with the milk by heat treatment, which is consistent with the minimal chemical, physical and sensory changes in the product. എന്തിനാ പാസ്ചറൈസേഷൻ ചെയ്യുന്നത്? നമ്മൾ വെറുതെ അങ്ങോട്ട് തിളപ്പിച്ചാൽ പോരെ? തിളപ്പിച്ചാൽ മിൽക്ക് സേഫ് ആവത്തില്ല? ഓഫ് കോഴ്സ് സേഫ് ആവും. നിങ്ങൾ പാല് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ അത് ഡ്രോൺ ഔട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ വാങ്ങിയിട്ട് കൊണ്ടുവന്ന് തിളപ്പിച്ചാൽ ഓഫ് കോഴ്സ് സേഫ് ആവും. ഡോണ്ട് വറി, അല്ലേ? നോ വറീസ് അറ്റ് ആൾ. അപ്പോൾ നമുക്ക് സേഫ് ആവും. എന്തിനാ പാസ്ചറൈസേഷൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. എന്താണ്? നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിന് ചേഞ്ചസ് കുറവായിരിക്കണം. എങ്ങനെയുള്ള ചേഞ്ചസ്? കെമിക്കൽ ചേഞ്ചസ് കുറവായിരിക്കണം, ഫിസിക്കൽ ചേഞ്ചസ് കുറവായിരിക്കണം, സെൻസറി ചേഞ്ചസ് കുറവായിരിക്കണം, അല്ലേ? അതായത് നമ്മൾ പാലിനെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ്. ഒന്ന് കെമിക്കൽ ചേഞ്ചസ്, ഒന്ന് പ്രധാനമായിട്ടും അതിനകത്തുള്ള നമ്മുടെ ഫോസ്ഫറ്റൈസ് പോലുള്ള എൻസൈമുകളൊക്കെ നശിച്ചു പോകും. അതുപോലെ നമ്മുടെ പ്രോട്ടീന് ഡീനാച്ചുറേഷൻ സംഭവിക്കും. അതൊക്കെയാണ് പ്രധാനപ്പെട്ട കെമിക്കൽ ചേഞ്ചസ്. ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ലുക്ക് മാറും, മാത്രമല്ല പാട മാറും, അല്ലേ? പാടയിലൂടെ കുറച്ച് ഈ പറഞ്ഞ നമ്മുടെ കുറേ ന്യൂട്രിയൻസ് എല്ലാം മാറിപ്പോകും. അതൊരു ഫിസിക്കലായിട്ടുള്ളൊരു മാറ്റമാണ്. സെൻസറി ചേഞ്ചസ്, ടേസ്റ്റ് മാറും, അതുപോലെ ഗന്ധം മാറും. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകാതെ എങ്ങനെയാക്കണം? വി ഷുഡ് റെൻഡർ ഇറ്റ് ഫ്രീ ഓഫ് ഹാംഫുൾ മൈക്രോ ഓർഗാനിസംസ്, അല്ലേ? നോക്കൂ, അപ്പോൾ എന്താണ് ഒന്നുകൂടെ നോക്കാം. IDFന്റെ ഡെഫിനിഷൻ നോക്കാം. ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ്. ഒരു പ്രോസസ്സാണ് അപ്ലൈഡ് ടു എ പ്രൊഡക്റ്റ് വിത്ത് ദ ഒബ്ജക്റ്റ്. എന്താ ഒബ്ജക്റ്റ്? മിനിമൈസ് ദ പോസിബിൾ ഹെൽത്ത് ഹസാർഡ്സ് അറൈസിംഗ് ഫ്രം പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ്, അല്ലേ? പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ് മൂലം എറേസ് ചെയ്യാൻ സാധ്യതയുള്ള പോസിബിൾ ഹെൽത്ത് ഹസാർഡ്സ് റെഡ്യൂസ് ചെയ്യുക എന്ന ഒരു ഒബ്ജക്റ്റിൽ നടന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ്. അതിനോടൊപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്താണ്? ദ ചേഞ്ചസ് ഷുഡ് ബി മിനിമൽ. എങ്ങനെ? നമുക്ക് കിട്ടുന്ന മിൽക്ക്, ദ റിസൾട്ടന്റ് പ്രൊഡക്റ്റ് ഷുഡ് ബി, നമുക്ക് കാണുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ നമുക്ക് എങ്ങനെ ഒരു റോ മിൽക്ക് പോലെ തന്നെ ഇരിക്കണം. ഇതുകൊണ്ടാണ് പാസ്ചറൈസേഷൻ എപ്പോഴും എന്താകുന്നത്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെയാണ്. ഇനി ഒരു ഡെഫിനേഷൻ കൂടെയുണ്ട്. ഇത് നമ്മുടെ ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജി ഡെഫിനേഷൻ ആണ്. The term pasteurization as applied to market milk today refers to the process of heating every particle of milk to at least 63 degrees centigrade. മിനിമം എത്ര? 63 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലെങ്കിൽ 145 ഡിഗ്രി ഫാരൻഹീറ്റ് ഫോർ 30 മിനിറ്റ്സ് കേട്ടോ. 30 മിനിറ്റ് സമയത്തേക്ക് മിൽക്കിൻ്റെ ഓരോ പാർട്ടിക്കിളിനെയും 63 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് ചൂടാക്കുന്ന ഒരു പ്രോസസ്സ്. ഓർ 72 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഫോർ 15 സെക്കൻഡ്സ്. നോക്കൂ, ഇത് തന്നെ ആവണം നിർബന്ധമില്ല. ഓർ എനി, അല്ലേ, ടു എനി ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻ വിച്ച് ഈസ് ഈക്വലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള നമ്മുടെ റിസൾട്ടൻ്റ് മിൽക്കിന് ഈ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാം ഫോളോ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഏത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടൈം ടെമ്പറേച്ചർ കോമ്പിനേഷൻ ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കാം. ഇൻ അപ്രൂവ്ഡ് ആൻഡ് പ്രോപ്പർലി ഓപ്പറേറ്റ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റ് എല്ലാം അപ്രൂവ്ഡ് ആയിരിക്കും, പ്രോപ്പർലി ഓപ്പറേറ്റ് ആയിരിക്കും, ഇത്രയേ ഉള്ളൂ. ആഫ്റ്റർ പാസ്ചറൈസേഷൻ ദ മിൽക്ക് ഈസ് ഇമ്മീഡിയറ്റ്ലി കൂൾ ടു 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഓർ ബിലോ. പാസ്ചറൈസേഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ പെട്ടെന്ന് തന്നെ 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചില്ലിംഗ് ടെമ്പറേച്ചറിൽ മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം എന്താ? 100% മൈക്രോ ഓർഗാനിസം നശിപ്പിക്കുന്നില്ല പാസ്ചറൈസേഷൻ. റിസൾട്ടൻ്റ് മിൽക്കിലുള്ള വളരെ കുറച്ചുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെമ്പറേച്ചറിൽ 32, 38, 37 മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവ പെട്ടെന്ന് ഫ്ലെയർ അപ്പ് ആവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി കൂൾ ടു 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, അല്ലേ? അതോ അതിൽ താഴോട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൂൾ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഡെഫിനേഷൻ. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള സംഗതിയൊന്നുമില്ല, നമുക്ക് ആൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ ടെമ്പറേച്ചർ കാര്യങ്ങളെല്ലാം 3 മെത്തേഡുണ്ട്: LT, HT, ST, UHT. അപ്പോൾ ഈ 3 മെത്തേഡ് നമുക്ക് വിശദമായിട്ട് പഠിക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതുപോലെ അതിൻ്റെ സ്റ്റോറേജും എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കണം. അപ്പോൾ ആ സ്ഥലത്ത് നമുക്കത് വിശാലമായിട്ട് പഠിക്കാനുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങളത് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ അറിയാമോ? ആ ഒരു മെത്തേഡ് പഠിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മുടെ മനസ്സിൽ മനപ്പാടം ആയി പോകും. കാരണം ഇതെല്ലാം വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഡെഫിനേഷൻ കുറിച്ച് സംശയമൊന്നുമില്ലല്ലോ, ഒരു പ്രശ്നമില്ല. നമുക്ക് ഒബ്ജക്റ്റീവ്സ് നോക്കാം. പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ 2 ഒബ്ജക്റ്റീവ് ഉണ്ട്, അല്ലേ? എന്താണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്? ടു റെൻഡർ മിൽക്ക് സേഫ്, അല്ലേ? ടു റെൻഡർ മിൽക്ക് സേഫ് ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ ബൈ ഡിസ്ട്രക്ഷൻ ഓഫ് 10% പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ്. നോക്കൂ, 10% മൈക്രോ ഓർഗാനിസം അല്ല, ശ്രദ്ധിക്കുക, ഞാൻ എപ്പോഴും എടുത്ത് പറയുന്ന പോലെ 10% പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ്. നമ്മുടെ
പണ്ട് കാലത്ത് ഇത് പ്രധാനമായിട്ടും ട്യൂബർക്കിൾ ബാസിലസ് ആയിരുന്നു അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റിംഗ് ഓർഗാനിസം. ഇപ്പോൾ കോക്സില്ല ബെർണറ്റിയാണ് നമ്മുടെ ക്യൂഫിയറിന് കാരണമാകുന്ന കോക്സില്ല ബെർണറ്റിയാണ് അതിൻ്റെ ഇൻഡിക്കേറ്റിംഗ് ഓർഗാനിസം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു എന്താണ് 10% പാത്തോജനിക് മൈക്രോ ഓർഗാനിസം നശിപ്പിച്ചുകൊണ്ട് ഹ്യൂമൻ കൺസംഷന് നമ്മുടെ ഈ സാധനം സേഫാക്കി മാറ്റുക എന്നുള്ള ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താടാ? എന്തിനെ? പാത്തോജൻസിനെ മാത്രമല്ല നശിപ്പിക്കുന്നത്, എന്തിനെ നശിപ്പിക്കും? മറ്റുള്ള സ്പോയിലേജ് ഓർഗാനിസം നശിപ്പിക്കുമല്ലേ, പക്ഷെ അതിനെ 100% നശിപ്പിക്കുന്നില്ല. ഓക്കെ, നോക്ക് എന്താ? ടു ഇംപ്രൂവ് ദ കീപ്പിംഗ് ക്വാളിറ്റി ഓഫ് മിൽക്ക് ബൈ ഡിസ്ട്രക്ഷൻ ഓഫ് ആൾമോസ്റ്റ് ഓൾ സ്പോയിലേജ് ഓർഗാനിസം. നോക്ക് 85 to 99% അല്ലേ നമ്മുടെ പരിസ്ഥിതി പറയുന്ന പോലെ 99.9% കീടാണുക്കളെ നശിപ്പിക്കുന്നു പറയത്തില്ലേ നമ്മുടെ ഏതാണ് ആർപിയുടെ പരസ്യത്തിൽ. അതേപോലെ ഇവിടെ 99% വരെ 85 മുതൽ 99% വരെ എന്തിനെ? സ്പോയിലേജ് ഓർഗാനിസം നശിപ്പിച്ചുകൊണ്ട് അതിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. അങ്ങനെ 2 ഒബ്ജക്റ്റീവാണ് എന്തിനുള്ളത്? നമ്മുടെ പാസ്ചറൈസേഷൻ ഉള്ളത് അല്ലേ. എത്ര? 2 ഒബ്ജക്റ്റീവ് ഉണ്ട്. ഒന്നെന്താണ്? ടു റെൻഡർ മിൽക്ക് സേഫ് ഫോർ ഹ്യൂമൻ കൺസംഷൻ ബൈ ഡിസ്ട്രക്ഷൻ ഓഫ് 10%, 100% പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ടു ഇംപ്രൂവ് ദ കീപ്പിംഗ് ക്വാളിറ്റി ഓഫ് മിൽക്ക് ബൈ ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾമോസ്റ്റ് ഓൾ സ്പോയിലേജ്. എത്ര? 85 to 90% മൈക്രോ ഓർഗാനിസംസ് അല്ലേ, സ്പോയിലേജ് ഓർഗാനിസംസ്. ഓക്കെ, അങ്ങനെ 2 ഒബ്ജക്റ്റീവാണ് ഇതിനകത്തുള്ളത്. ഇനി നമുക്കിതിൻ്റെ നീഡ് അല്ലേ, ഇതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. നോക്കാം. ആസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എക്സസൈസ് സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ഓവർ ഓൾ മിൽക്ക് സപ്ലൈസ്, ഇറ്റ് ബിക്കംസ് നെസസറി ടു പാസ്ചറൈസ് മിൽക്ക് സോ ആസ് ടു മേക്ക് ഇറ്റ് സേഫ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. എനി ഇമ്പയർമെൻറ്റ് ഓഫ് ന്യൂട്രീറ്റീവ് വാല്യൂ ഈസ് ഓഫ് സ്ലൈറ്റസ്റ്റ് എക്സ്റ്റെൻറ്റ് അല്ലേ. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെയധികം ചെറിയൊരു എക്സ്റ്റെൻറ്റിൽ മാത്രമേ ന്യൂട്രീറ്റീവ് വാല്യൂവിന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇമ്പയർമെൻറ്റ് നമ്മൾ കണക്കാക്കുന്നുള്ളൂ. ഇതിൻ്റെ ആവശ്യം എന്താണ്? വളരെ സിമ്പിൾ. നമ്മളൊരു സൊസൈറ്റിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പാല് കൊണ്ടുവരുന്നു. ഒരുപാട് പേര് 100 പേരുടെ പാല് നമ്മൾ ഒരുമിച്ച് പൂൾ ചെയ്താണ് എടുക്കുന്നത്. അതിനകത്ത് ഉറപ്പായിട്ടും എല്ലാ മിൽക്ക് സപ്ലൈയുടെയും നമുക്ക് അളക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ക്വാളിറ്റി അളക്കാൻ പറ്റത്തില്ല അല്ലേ. അത് കൃത്യമായിട്ട് നല്ല മിൽക്കാണെന്ന് അളക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെയാണ് ഇതിൻ്റെ ഒരു ആവശ്യകത വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഇമ്പയർമെൻറ്റ് ഓഫ് ന്യൂട്രീറ്റീവ് വാല്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് വൈറ്റമിൻ സി ആൾറെഡി ഡെഫിഷ്യൻ്റ് ആണ്, കുറവാണെന്നാണ്, ഇല്ലെന്നല്ല കുറവാണ്, അത് നശിച്ചു പോകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൽ നശിക്കുന്നുള്ള കാര്യം നേരത്തുള്ള ക്ലാസ് ഞാൻ പറഞ്ഞു. വൈറ്റമിൻ സി ഓഫ് കോഴ്സ്, അതിനോടൊപ്പം ചില സാധനങ്ങൾ നശിച്ചു പോകാറുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇമ്പയർമെൻറ്റ് ഓഫ് ന്യൂട്രീറ്റീവ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് കൺസിഡർ ചെയ്യത്തില്ല അല്ലേ, കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പാസ്ചറൈസേഷൻ്റെ ആവശ്യകത അല്ലെങ്കിൽ നീഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒബ്ജക്ഷൻസ് നോക്കാം. പാസ്ചറൈസേഷൻ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒബ്ജക്ഷൻസ് നമുക്ക്. പാസ്ചറൈസേഷൻ എൻകറേജസ് സ്ലാക്കിംഗ് ഓഫ് എഫേർട്സ് ഫോർ സാനിറ്ററി മിൽക്ക് പ്രൊട്ടക്ഷൻ. നമുക്ക് ഇത് പാസ്ചറൈസ് ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ സാനിറ്ററി മിൽക്ക് പ്രൊട്ടക്ഷന് ഒരു പക്ഷേ ഞാൻ മുഖം തിരിഞ്ഞ് നിന്നേക്കാം. ഇതെന്തായാലും പാസ്ചറൈസിൽ ആൾക്കാർ കൊടുക്കത്തുള്ളൂ, ഞാൻ അത്ര വൃത്തിയൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് ആൾക്കാർ ചിന്തിച്ചേക്കാം. 1 ഒബ്ജക്ഷൻസ്. 2, ഇറ്റ് മേ ബി യൂസ് ടു മാസ്ക് ലോ ക്വാളിറ്റി മിൽക്ക്. ലോ ക്വാളിറ്റി മിൽക്ക് ഇതേ കാര്യം തന്നെയാണ് അല്ലേ പറഞ്ഞു വരുന്നത്. അതാണ് ഞാനിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് എന്തുണ്ട്? വലിയ ബാക്ടീരിയൽ ലോഡുണ്ട്. കാര്യം ഞാൻ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു ലോ ക്വാളിറ്റി മിൽക്കാണ്. അതിനെ മാസ്ക് ചെയ്യാൻ വേണ്ടി പാസ്ചറൈസേഷന് ഉപയോഗിക്കാം. അടുത്തത്, ഇറ്റ് ഡിമിനിഷസ് സിഗ്നിഫിക്കൻ്റ്ലി ദ ന്യൂട്രീറ്റീവ് വാല്യൂ ഓഫ് മിൽക്ക് അല്ലേ. മിൽക്കിന് ന്യൂട്രീറ്റീവ് വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? ഡിമിനിഷ് ചെയ്യുന്നു, കുറയുന്നു. അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതുപോലെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്ഷൻ, ഇറ്റ് റെഡ്യൂസസ് ദ ക്രീം ലൈൻ ഓർ ക്രീം വോളിയം. അപ്പോൾ ക്രീം എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. എന്താ ക്രീം എന്ന് പറഞ്ഞാൽ? ദ ഫാറ്റി ലെയർ അല്ലേ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ മിൽക്ക് കുറച്ച് നേരം അനക്കാതെ ഇങ്ങനെ വെച്ചിരുന്നാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ മുകളിലേക്ക് നല്ല മഞ്ഞ കളറിലുള്ള പാല്, നമ്മുടെ കൗവിൻ്റെ മിൽക്കാണെങ്കിലേ അപ്പോൾ വരുന്ന ക്രീം ലെയറിന് മഞ്ഞ കളർ ഉണ്ടാകത്തുള്ളൂ, ബിക്കോസ് ഓഫ് ദ കരോട്ടിനോയിഡ് പിഗ്മെന്റ് അല്ലേ. അപ്പോൾ അങ്ങനെ മഞ്ഞ കളറിലുള്ള ഒരു ക്രീം ലെയർ ഫോം ചെയ്ത് വരും. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സാധനത്ത് നമ്മൾ ക്രീം ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് റെഡ്യൂസസ് ദ ക്രീം ലൈൻ ഓർ ക്രീം വോളിയം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ക്രീം സെപ്പറേഷൻ ഉണ്ടാകത്തില്ല. അതിനകത്ത് എപ്പോഴും വോളിയം കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. എങ്ങനെ? ഓവറായിട്ട് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് ഒരു എന്താ പറയുക, വിഷ്വൽ ക്വാളിറ്റി ആയിട്ട് നമുക്ക് നേരത്തെ ആൾക്കാർ ഇത് അംഗീകരിച്ചിട്ടുണ്ട്, അതായത് ഈ ക്രീം സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ. പക്ഷെ നോക്കൂ, നമ്മൾ ഹോമോജനൈസേഷൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ ഇല്ലാതാക്കുകയോ ചെയ്യുന്നത് കേട്ടോ. ക്രീം ലൈൻ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഹോമോജനൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു കോൺട്രഡിക്ഷൻ്റെ ആവശ്യമില്ല. എന്തായാലും നമുക്ക് 2 കാര്യത്തിൽ ഹോമോജനൈസ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ ഫാറ്റ് ഗ്ലോബ്യൂൾസിൻ്റെ സൈസ് കുറച്ചതിന് ശേഷം ഒരു യൂണിഫോം ആയിട്ടുള്ളൊരു, അതായത് ഈ ക്രീം ലൈൻ സെപ്പറേഷനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ഹോമോജനൈസ് ചെയ്യുന്നത്. ഓക്കെ, സമ്മതിച്ചു. അപ്പോൾ പാസ്ചറൈസേഷനിലും ഓവർ ഹീറ്റ് ചെയ്താൽ
ക്രീം ലൈൻ കുറയും അല്ലെങ്കിൽ ക്രീം വോളിയം കുറയും എന്നുള്ള കാര്യം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. രണ്ട് ക്വാളിറ്റി നോക്കാം. ഒന്നെന്താണ്, നമുക്ക് ഇതിൻ്റെ നാച്ചുറൽ റോ ക്വാളിറ്റി എടുക്കുമ്പോൾ ക്രീം ലൈൻ സെപ്പറേഷൻ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു ഡിഫക്റ്റ് ആയിട്ട് ഒബ്ജക്ഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ ഞാൻ പറയാം, ഇറ്റ് റെഡ്യൂസസ് ദ ക്രീം ലൈൻ, അല്ലെ ക്രീം ലൈൻ കുറയ്ക്കുന്നു അല്ലെങ്കിൽ ക്രീം വോളിയം കുറയ്ക്കുന്നു എങ്ങനെയാണെങ്കിൽ ഓവർ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ അത് പാസ്ചറൈസേഷൻ സംബന്ധിച്ച് ഒരു ഒബ്ജക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ പാസ്ചറൈസ്ഡ് മിൽക്ക് വിൽ കോസ് ഡിലേഡ് ക്ലോട്ടിംഗ് ടൈം വിത്ത് റെനറ്റ്. നമ്മുടെ ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജിയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ക്ലോട്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത്. അതായത് റെനറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്ചറൈസ്ഡ് മിൽക്ക് ക്ലോട്ട് ചെയ്യില്ല എന്ന്. അത് ശരിക്കും പറഞ്ഞാൽ ശരിയല്ല. കാര്യം പാസ്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ റെനറ്റ് കൊടുത്താൽ ക്ലോട്ട് ചെയ്യും, പക്ഷേ ദാറ്റ് വിൽ കോസ് ഇൻ ഡിലേഡ് ക്ലോട്ടിംഗ് ടൈം. അതാണ് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റുക കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? പാസ്ചറൈസേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്? പ്രധാനമായിട്ടും പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ സംഭവിക്കാം. അതിന് ഏറ്റവും കൂടുതൽ ലയബിൾ ആയിട്ടുള്ള നമ്മുടെ സീറം പ്രോട്ടീനാണ്. അപ്പോൾ ഈ സീറം പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം നമ്മുടെ കേസീൻ മിസലേസിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ പുറമേ അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന കാപ്പ കേസീനാണ് അല്ലേ. കാപ്പ കേസീനാണ് നമ്മുടെ കേസീൻ മിസലേസിനെ കവർ ചെയ്തിരിക്കുന്ന കാപ്പ കേസീനാണ് അല്ലേ. അപ്പോൾ റെന്നറ്റിൻ്റെ ആക്ഷൻ എവിടെയാ? കാപ്പ കേസീനിലാണ് റെന്നറ്റ് ആക്ട് ചെയ്യുന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മിൽക്കിലുള്ള മറ്റ് സീറം പ്രോട്ടീൻ ഡീനാച്ചുർ ചെയ്തതിനു ശേഷം കാപ്പ കേസിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് റെനറ്റിന് ആക്ട് ചെയ്യാനുള്ള സ്ഥലം, ആ ഒരു സ്ഥലപരിമിതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ആവശ്യത്തിന് റെനറ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? ക്ലോട്ടിങ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ സംഭവിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം. പിന്നെ മറ്റൊരു കാരണം കൂടെ ഉണ്ട്, നമ്മുടെ കാൽഷ്യത്തിൻ്റെ ഒരു കോമ്പോസിഷൻ. പ്രധാനമായിട്ടും മിൽക്കിൽ നമുക്ക് ഡൈല്യൂട്ട് ആയിട്ടുമുണ്ട് അൺഡൈല്യൂട്ടായിട്ടുള്ള കാൽസ്യം ഉണ്ട്. അപ്പോൾ കാൽഷ്യത്തിൻ്റെ കോമ്പോസിഷനിലും വ്യത്യാസം ഉണ്ടാവും എങ്ങനെ പാസ്ചറൈസേഷൻ കഴിയുമ്പോൾ. അതും ക്ലോട്ടിംഗ് ടൈം ഡിലേ ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ അടുത്ത ഒബ്ജക്ഷൻ എന്താണ്? പാസ്ചറൈസ്ഡ് മിൽക്ക് വിൽ കോസ് ഡിലേഡ് ക്ലോട്ടിംഗ് ടൈം വിത്ത് റെനറ്റ്. റെനറ്റ് എപ്പോഴാണ് ചെയ്യണമെന്ന് അറിയാമല്ലോ. ചീസ് പ്രൊഡക്ഷനിൽ പ്രധാനമായും റെനറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊയാഗുലേഷൻ ചെയ്യുന്നത് അറിയാമല്ലോ. അപ്പോൾ ചീസ് പ്രൊഡക്ഷനിൽ ഇപ്പോൾ നിലവിൽ പാസ്ചറൈസ്ഡ് മിൽക്ക് വെച്ചിട്ട് ചീസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്ന് ക്ലോട്ടിംഗ് ടൈം കൂടുതൽ അലോക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കൂടുതൽ റെനറ്റ് ആഡ് ചെയ്യും. അതുപോലെ കാൽഷ്യത്തിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ എന്ത് ചെയ്യാൻ പറ്റും? ഓവർകം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒബ്ജക്ഷൻസ് ഒന്നുകൂടെ നോക്കി വരാണ്. എന്തൊക്കെയാണ്? പാസ്ചറൈസേഷൻ എൻകറേജസ് സ്ലാക്കനിങ് ഓഫ് എഫേർട്സ് ഫോർ സാനിറ്ററി മിൽക്ക് പ്രൊഡക്ഷൻ അല്ലേ. സാനിറ്ററി മിൽക്ക് പ്രൊഡക്ഷനിൽ മിൽക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്നതിൽ നിന്ന് ആൾക്കാർ വിമുഖത കാണിക്കാം. അതുപോലെ രണ്ടാമത്തെ അത് സെയിം ആണ്. ഇറ്റ് മേ ബി യൂസ് ടു മാസ്ക് ലോ ക്വാളിറ്റി മിൽക്ക്. എൻ്റെ കയ്യിലുള്ള മിൽക്ക് ലോ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ പാസ്ചറൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മാസ്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കാം ഒരു പക്ഷേ. അതുപോലെ ഈ ഡിമിനിഷ് സിഗ്നിഫിക്കൻ്റ് ന്യൂട്രീറ്റീവ് വാല്യൂ ഓഫ് മിൽക്ക്, മിൽക്കിൻ്റെ ന്യൂട്രീറ്റീവ് വാല്യൂവിനെ എങ്ങനെ കുറയ്ക്കുന്നു. അതുപോലെ എന്താണ്? ക്രീം ലൈൻ, അതുപോലെ ക്രീം വോളിയം കുറയ്ക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എന്താണ്? ഡിലേഡ് ക്ലോട്ടിംഗ് ടൈം വിത്ത് റെനറ്റിന് കാരണമാകുന്നു. അതുപോലെ പാസ്ചറൈസേഷൻ മേ ബി കെയർലെസ്ലി ഡൺ ഇറ്റ് ഗിവ് എ ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി അല്ലേ. നമുക്കറിയാം പാസ്ചറൈസേഷൻ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? മിൽക്കിനെ എന്ത് ഫ്രീ ആക്കാൻ? പാത്തജൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഈ പ്രോസസ്സ് കെയർലെസ്ലി ഡൺ അല്ലെ. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ ടെമ്പറേച്ചറിൻ്റെയും അതുപോലെ സമയത്തിൻ്റെയും ആ ഒരു ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല? അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള പാത്തോജൻസ് നശിക്കില്ല. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് കിട്ടുന്ന ഒരു ഹസാഡസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവൻ ഇത് പാസ്ചറൈസ് ചെയ്ത മിൽക്കാണെന്നുണ്ട് കഴിക്കുകയും അല്ലേ, അതൊരു ഫാൾസ് സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി തരികയും ചെയ്യും. അതും മറ്റൊരു ഒബ്ജക്ഷനാണ്, പാസ്ചറൈസേഷനെതിരെയുള്ളൊരു ഒബ്ജക്ഷനാണ്. അതുപോലെ ഇറ്റ് ഫെയിൽസ് ടു ഡിസ്ട്രോയ് ബാക്ടീരിയൽ ടോക്സിൻസ് ഇൻ മിൽക്ക്. മിൽക്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ബാക്ടീരിയൽ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ പാസ്ചറൈസേഷന് കഴിയുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്ഷനാണ്. അതുപോലെ നോക്കാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാസ്ചറൈസേഷൻ ഒരത്യാവശ്യമില്ല. കാര്യം എന്താ? മിൽക്ക് കിട്ടിയാൽ നമ്മൾ തിളപ്പിച്ചിട്ടേ ഉപയോഗിക്കത്തുള്ളൂ അല്ലേ. അതിന് പാസ്ചറൈസ്ഡ് മിൽക്കാണോ നമ്മൾ നോക്കാറില്ല. നമ്മൾ മിൽക്ക് വീട്ടിൽ കൊണ്ടുവന്നാൽ തിളപ്പിക്കാതെ ആരെങ്കിലും കഴിക്കാറുണ്ടാടാ? ഇല്ല. നമ്മൾ ഒരുപക്ഷെ തിളപ്പിക്കാതെ കഴിക്കുന്ന ഒരേ ഒരു സമയത്ത് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കണം. കാരണം കടയിൽ ആരും തിളപ്പിക്കാറില്ലല്ലേ. അവർ ഡയറക്റ്റ് ആയിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി തരും. അത് പാസ്ചറൈസ് ചെയ്ത് മിൽക്ക് ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഹെൽത്ത് ഹസാർഡൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യും? നമ്മൾ അതിനെ തിളപ്പിച്ചിട്ടാണ് നമ്മൾ കൺസ്യൂമേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അവിടെയും നമുക്ക് പാസ്ചറൈസേഷൻ്റെ ആവശ്യം ഇല്ല എന്നുള്ള രീതിക്കാണ് എൻ്റെ ഒബ്ജക്ഷൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ABCDEFGH ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഒബ്ജക്ഷൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ചോദ്യങ്ങൾ വരും കേട്ടോ. നോക്കാം ഇവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്.
ഈ 2 പോയിന്റ് എല്ലാം ശ്രദ്ധിച്ച് വെച്ചേക്കാം. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് വെച്ചാൽ നമുക്ക് അതിനകത്ത് വരുന്ന പ്രസ്താവന ചോദ്യങ്ങളെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ ഇവിടെ നമ്മൾ ഡിലേഡ് ക്ലോട്ടിംഗ് ടൈം വിത്ത് റെന്നറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എന്താണ് ക്രീം വോളിയം കുറയ്ക്കുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബാക്കിയെല്ലാം അതിനകത്ത് നോർമലി വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ 2 പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയുക, പ്രധാനമായിട്ട് ഫോർമുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് അല്ലേ. നമുക്ക് പാസ്ചറൈസേഷന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്തെടുക്കാൻ പോവാണ് നമ്മൾ. അപ്പോൾ നമുക്ക് അറിയാം പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടി എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം, എന്തിൽ ചേഞ്ച് ഉണ്ടാകാൻ പാടില്ല എന്നും അറിയാം. അപ്പം പ്രധാനമായിട്ടും 3 ആസ്പെക്ട്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഒന്ന് ബാക്ടീരിയൽ ഡിസ്ട്രക്ഷൻ ആണ്. ബാക്ടീരിയൽ ഡിസ്ട്രക്ഷൻ നമുക്ക് ഉറപ്പായും ചെയ്തേ പറ്റത്തുള്ളൂ. എങ്ങനെയുള്ള പാത്തോജൻസിനെ നമുക്ക് നശിപ്പിച്ചേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ബാക്ടീരിയൽ ഡിസ്ട്രക്ഷൻ ശ്രദ്ധിക്കൂ. 10% ഓഫ് പാത്തോജൻസ് ഷുഡ് ബി ഡിസ്ട്രോയിഡ്. ഇവിടെ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസ് ആണ് നേരത്തെയുള്ള ഇൻഡിക്കേറ്റർ ഓർഗാനിസം. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് TB ഉണ്ടാക്കുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസ് അവയും കൺസിഡർ ചെയ്ത മോസ്റ്റ് ഹീറ്റ് റെസിസ്റ്റന്റ് ഇൻഡിക്കേറ്റർ ഓർഗാനിസം അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് കൺസിഡർ ചെയ്തിരുന്നത്. നമ്മുടെ പുസ്തകത്തിൽ അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, കൊക്സിയെല്ല ബർണറ്റി ആണ് ഇപ്പോൾ നിലവിൽ കൺസിഡർ ചെയ്യുന്ന ഓർഗാനിസം. അത് എന്ത് കാരണമാക്കുന്നു, ക്യൂ ഫീവറിനെ കാരണമാക്കുന്നു. ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യം കേട്ടോ. ഇപ്പോൾ നിലവിൽ ഇൻഡിക്കേറ്റർ ഓർഗാനിസം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാസ്ചറൈസേഷൻ സേഫ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഇൻഡിക്കേറ്റർ ഓർഗാനിസം ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഏതിനെയാണ്, കൊക്സിയെല്ല ബർണറ്റി ആണ്. നേരത്തെ അത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസ് ആയിരുന്നു. ഇൻ കേസ് ഈ ടെക്സ്റ്റ് മാത്രം ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസ് മാത്രമേ ഒരു പക്ഷേ ഓപ്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കൊക്സിയെല്ല ബർണറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എഴുതാം, കാരണം അത് അംഗീകരിച്ച് കഴിഞ്ഞ സാധനമാണ് കേട്ടോ. നോക്കാം, അത് ഉണ്ടാക്കുന്ന അസുഖം ഏതാ മക്കളെ, ക്യൂ ഫീവർ ആണ്, മറന്നു പോകരുത്. ക്യൂ ഫീവർ ആണ്, ഇപ്പൊ തന്നെ പഠിച്ചു പോകണം. കൊക്സിയെല്ല ബ്രുണറ്റി എന്താണ് ഉണ്ടാക്കുന്ന അസുഖം എന്താണ്, ക്യൂ ഫീവർ ആണ് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞു എന്താണ്, ഇതിന്റെ താഴെയും ഉണ്ട് ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് അല്ലേ. അപ്പോൾ ഏറ്റവും നമുക്ക് മിൽക്കിൽ കാണുന്നതിൽ ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഓർഗാനിസം ആയിട്ട് നേരത്തെ കൺസിഡർ ചെയ്യുന്ന ട്യൂബർക്കുലോസിനെയാണ്. പിന്നെ ഇപ്പോൾ നിലവിൽ എന്താണ്, കൊക്സിയെല്ല ബ്രുണറ്റി ആണ്. അത് ഉണ്ടാക്കുന്ന അസുഖം ക്യൂ ഫീവർ ആണ് കേട്ടോ. നോക്കാം, എമംഗ് പാത്തോജൻസ് വാസ് ചൂസൺ ആസ് ദ ഇൻഡെക്സ് ഓർഗാനിസം ഫോർ പാസ്ചറൈസേഷൻ. ഇതിനകത്ത് ഇപ്പോൾ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ എന്താണ്, കൊക്സിയെല്ല ബ്രുണറ്റി ആണ് നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. നോക്കാം, എനി ഹീറ്റ് ട്രീറ്റ്മെന്റ് ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻ വിച്ച് കിൽഡ് TB ജംസ് ആൾസോ ഡിസ്ട്രോയിഡ് ഓൾ അതർ പാത്തോജൻസ് ഇൻ മിൽക്ക്. ഇവിടെ TB ജംസ് ഉള്ള സ്ഥലത്ത് നമുക്കിപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പം മാറ്റി എന്താക്കണം, കൊക്സിയെല്ല ബ്രുണറ്റി എന്നാക്കി മാറ്റണം കേട്ടോ. എന്നാലേ നമുക്കത് കൃത്യമായിട്ട് ശരിയാക്കണം പറ്റത്തുള്ളൂ. പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ ആ പോയിന്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സ്റ്റാൻഡേർഡ്സ് ഫോം ചെയ്യാൻ പോവാണ് അല്ലേ. എത്ര ടെമ്പറേച്ചറിൽ നമുക്ക് ചെയ്യണം, എത്ര ടെമ്പറേച്ചർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എത്ര ടൈം പീരീഡിൽ നമുക്ക് ചെയ്യാൻ പാടില്ല, ഈ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് നോക്കുന്നത് എന്താണ്, ക്രീം ലൈൻ റിഡക്ഷൻ ആണ്. ദ ക്രീം ലൈൻ ഓർ ക്രീം വോളിയം ഈസ് റെഡ്യൂസ്ഡ് പ്രോഗ്രസീവ്ലി വിത്ത് ഇൻക്രീസിങ് ഇൻ ദ ടെമ്പറേച്ചർ ടൈം ഓഫ് ഹീറ്റിംഗ് അല്ലേ. നമുക്ക് നമ്മൾ ഒന്നുകിൽ കൂടുതൽ സമയം നമ്മൾ ഹീറ്റ് ചെയ്താലോ, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്താലോ എന്താ സംഭവിക്കുക, ഈ ക്രീം ലൈൻ അല്ലെങ്കിൽ ക്രീം വോളിയം റെഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ. ദ കൺസ്യൂമർ ജഡ്ജസ് ദ ക്വാളിറ്റി ഓഫ് മിൽക്ക് ഓൺ ദ ബേസിസ് ഓഫ് ദ ക്രീം ലൈൻ എന്ന് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. നോക്ക്, കൺസ്യൂമർ ജഡ്ജസ് ദ ക്വാളിറ്റി ഓഫ് ദ മിൽക്ക് ഓൺ ദ ബേസിസ് ഓഫ് ക്രീം ലൈൻ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഡസൻ ആപ്ലിക്കബിൾ ടു ഹോമോജനൈസ്ഡ് മിൽക്ക് കേട്ടോ. ഹോമോജനൈസ്ഡ് മിൽക്കിനെ സംബന്ധിച്ച് ക്രീം ലൈൻ ഉണ്ടാവത്തില്ല. ക്രീം ലൈൻ ഉണ്ടാകാതിരിക്കണം ഹോമോജനൈസേഷൻ ചെയ്യുന്നത്. ഇവിടെ അത് കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ ക്രീം ലൈൻ റിഡക്ഷൻ നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ റോ മിൽക്കിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, അതിന്റെ സെൻസറി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് പാസ്ചറൈസേഷന്റെ ലക്ഷ്യമാണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കൂ, ക്രീം ലൈൻ റിഡക്ഷൻ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ആണ്. അതിലേക്ക് നമുക്ക് നമ്മുടെ ടെമ്പറേച്ചർ ലെവൽ കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം നമുക്കല്ലേ, അല്ലേടാ, ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം അല്ലേ. ഇനി അടുത്തത് എന്താണ്, ഫോസ്ഫറ്റേസ് ഇനാക്ടിവേഷൻ. കാര്യം എന്നറിയാവോടാ, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. ഇതിന് മുന്നേയുള്ള പല പരീക്ഷകളും നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്. എന്താ, പാസ്ചറൈസേഷൻ എഫിഷ്യൻസി അളക്കുന്ന പരീക്ഷണത്തിന്റെ പേരെന്ത്, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. അപ്പോൾ എന്താ ഫോസ്ഫറ്റേസ്, നമ്മുടെ മിൽക്കിൽ കാണപ്പെടുന്ന ഒരു എൻസൈം ആണല്ലേ, എന്താ ഫോസ്ഫറ്റേസ്. അപ്പോൾ നോക്കാം, ദി കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഫോസ്ഫറ്റേസ് ബൈ പാസ്ചറൈസേഷൻ, അത് നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. ദ ഫോസ്ഫറ്റേസ് ടെസ്റ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ഇനാഡിക്വേറ്റ് പാസ്ചറൈസേഷൻ അല്ലേ. ഇനാഡിക്വേറ്റ് പാസ്ചറൈസേഷൻ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയ മിൽക്ക് ഇനാഡിക്വേറ്റ്ലി പാസ്ചറൈസ്ഡ് ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നടത്തുന്ന പരീക്ഷണമാണ് എന്ത്, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. മറന്നു പോകരുത് കേട്ടോ, ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് മൂന്നാമത്തെ സ്റ്റാൻഡേർഡ്, ഫോസ്ഫറ്റേസ് ഇനാക്ടിവേഷൻ ആണ്. ഓക്കെ,
അപ്പോൾ ഈ 3 സ്റ്റാൻഡേർഡിൻ്റെ ബേസിൽ നമുക്ക് പാസ്ചറൈസേഷൻ്റെ ടെമ്പറേച്ചറിൻ്റെയും ടൈമിൻ്റെയും കോമ്പിനേഷൻ തീരുമാനിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്ക് പാസ്ചറൈസേഷൻ റിക്വയർമെൻറ്റ്സ് നോക്കാം, പർട്ടിക്കുലേഴ്സ് നോക്കാം. ടു കിൽ TB ജേംസ് അല്ലേ, TB ജേംസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്കിവിടെ കോക്സില്ല ബെർണറ്റി ആക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ TB ജേംസിന് നമുക്ക് കൊല്ലണമെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് 15 സെക്കൻഡ് അങ്ങനെ 2 ടൈം ആണ് നമുക്ക് പ്രധാനമായിട്ട് തന്നിരിക്കുന്നത്. 30 മിനിറ്റ് നമ്മൾ ചൂടാക്കുന്നു, ഇവിടെ ആണെങ്കിൽ 15 സെക്കൻഡ് ആണ് ചൂടാക്കുന്നത്. 30 മിനിറ്റ് ചൂടാക്കുന്നു ടു കിൽ TB ജേംസ്. നമുക്ക് എത്ര 138 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 58.9 ഡിഗ്രി സെന്റിഗ്രേഡിൽ നമ്മൾ എത്ര 30 മിനിറ്റ് ചൂടാക്കിയാൽ TB ജേംസ് നമുക്ക് കൊല്ലാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യണം അല്ലേ. അതുപോലെ 15 സെക്കൻഡാണ് ചൂടാക്കുന്നുണ്ടെങ്കിലോ 158 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 70 ഡിഗ്രി സെന്റിഗ്രേഡിൽ 15 മിനിറ്റ് ചൂടാക്കി കഴിഞ്ഞാൽ 15 സെക്കൻഡ് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, TB ജേംസിനെ നമുക്ക് കൊല്ലാൻ പറ്റും. അതുപോലെ അടുത്ത ലെവൽ പോകുന്ന എവിടെയാണ് മക്കളെ, ഫോസ്ഫറ്റൈസ് റിഡക്ഷൻ ആണ് അല്ലേ. ഫോസ്ഫറ്റൈസിനെ നമുക്ക് നശിപ്പിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്ര 142 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 61.1 ഡിഗ്രി സെന്റിഗ്രേഡിൽ 30 മിനിറ്റ് നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ ഫോസ്ഫറ്റൈസ് റിഡക്ഷൻ നമുക്ക് പറ്റും അല്ലേ. അതുപോലെ 15 സെക്കൻഡ് ആണെങ്കിലോ 160 ഡിഗ്രി ഫാരൻഹീറ്റ് ഓർ 71.1 ഡിഗ്രി സെന്റിഗ്രേഡ് ടു ഇനാക്ടിവേറ്റ് ഫോസ്ഫറ്റൈസ് എൻസൈം അല്ലേ. സോ നെക്സ്റ്റ് എന്താണ്, പാസ്ചറൈസേഷൻ റിക്വയർമെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യണം, TB ജേംസിനെ കില്ല് ചെയ്യണം, ഫോസ്ഫറ്റൈസ് റെഡ്യൂസ് ചെയ്യണം. അതുപോലെ പാസ്ചറൈസേഷൻ റിക്വയർമെന്റ് ഇപ്പോൾ നിലവിൽ നോക്കാം നമുക്ക് എത്ര 143 ഡിഗ്രി സെന്റിഗ്രേഡ് അല്ലെങ്കിൽ 61.7 ഡിഗ്രി സെന്റിഗ്രേഡിൽ 30 മിനിറ്റ് ചൂടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, പാസ്ചറൈസേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യവും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാം അല്ലേ. അതുപോലെ 15 സെക്കൻഡ് ആണെങ്കിലോ 161 ഡിഗ്രി ഫാരൻഹീറ്റ് ഓർ 71.7 ഡിഗ്രി സെന്റിഗ്രേഡിൽ 15 സെക്കൻഡ് ചൂടാക്കിയാലും എങ്ങനെ ഈച്ച് ആൻഡ് എവരി പാർട്ടിക്കിൾ ഓഫ് മിൽക്ക് കേട്ടോ, എവിടെയെങ്കിലും ചൂട് കൊണ്ട് എത്തിച്ചാൽ പോരാ, ശ്രദ്ധിക്കൂ കേട്ടോ. അപ്പോൾ അതാണ് പാസ്ചറൈസേഷൻ റിക്വയർമെന്റ്. ഇനി ക്രീം ലൈൻ റിഡക്ഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്, 144ലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 62.2 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 30 മിനിറ്റ് ചൂടാക്കിയാലും സംഭവിക്കും, ക്രീം ലൈൻ റെഡ്യൂസ് ആയി പോകും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ സാധനം നിൽക്കേണ്ടത്. നോക്ക്, അതുപോലെ 15 സെക്കൻഡിലാണെങ്കിലോ 162 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 72.2 ഡിഗ്രി സെന്റിഗ്രേഡിൽ നമ്മൾ 15 സെക്കൻഡ് ചൂടാക്കിയാലും എന്ത് ക്രീം ലൈൻ റിഡക്ഷൻ സംഭവിക്കാം അല്ലേ. അപ്പോൾ എന്താണ്, ആ ഒരു ലെവലിലേക്ക് എത്താൻ പാടില്ല. ശ്രദ്ധിക്കൂ, ഇതിന് ഇടയ്ക്ക് അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചറിൽ പോകുന്ന മെത്തേഡുണ്ട്, UHT മെത്തേഡുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ടൈം കുറയ്ക്കണം അല്ലേ. ഫ്ലാഷ് പാസ്ചറൈസേഷനുള്ള മെത്തേഡൊക്കെ ഉണ്ട്, അതിലേക്ക് പോവാം കേട്ടോ. അത്രയേ ഉള്ളൂ. ഈ ഇത്രയും ടൈം ഈ പറഞ്ഞ ടെമ്പറേച്ചറിൽ ഇത്രയും ടൈം ചെയ്താൽ എന്ത് ക്രീം ലൈൻ റെഡ്യൂസ് ആയിപ്പോകും. ഓക്കെ, ഇതിനേക്കാൾ കൂടിയ ടെമ്പറേച്ചർ ചെയ്യണമെങ്കിൽ എന്താ അനുസരിച്ച് ടൈം നമ്മൾ കുറച്ച് വെക്കണം, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഈ പാസ്ചറൈസേഷൻ റിക്വയർമെൻറ്റ് നമ്മുടെ ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജിയിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കോളമായതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായിട്ട് നിങ്ങൾ ഈ സാധനം പഠിച്ചു വെക്കണം, ഇതെല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. ഈ പറഞ്ഞ കോളംസ് എല്ലാം ഓഫ് കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, എവിടെയെങ്കിലും എഴുതി തൂക്കിയിട്ടോ, ഉറപ്പായിട്ടും പ്രയോജനപ്പെടും കേട്ടോ, പ്രയോജനപ്പെടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് തുടക്കം തൊട്ട് ഒന്നുകൂടെ നോക്കി വരാടാ. തുടക്കം തൊട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് നോക്കി വരാം കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഹിസ്റ്ററി നോക്കാം. ഹിസ്റ്ററി പറയുമ്പോഴത്തേക്ക് എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് പാസ്ചറൈസേഷൻ ആരുടെ, ലൂയിസ് പാസ്ചറിന്റെ പേരിന്റെ പിന്നാലാണ് കോയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ വൈൻ അദ്ദേഹം അല്ലെ 1860 19ാം നൂറ്റാണ്ടിൽ 50 മുതൽ 60 ഡിഗ്രി സെന്റിഗ്രേഡിൽ വൈൻ ചൂടാക്കിക്കൊണ്ട് അവിടെ അതിലുള്ള സ്പോയിലേജ് ഓർഗാൻസിനെ നശിപ്പിക്കാമെന്ന് കണ്ടെത്തി. പിന്നെ നമ്മുടെ മിൽക്കിലേക്ക് ഈ സാധനം ആട്രിബ്യൂട്ട് ചെയ്ത ആരാണ്, സോക്സെൽറ്റ് ആണ് അല്ലേ, ജർമ്മൻകാരനായുള്ള സോക്സെൽറ്റ് ആണ് 1886. പ്രധാനമായിട്ടുള്ള അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതായിരിക്കും ചോദിക്കാൻ സാധ്യത. ഇവിടെ ചോദിക്കാമെന്ന് ഞാനാണെങ്കിൽ ഇതേ ചോദിക്കത്തുള്ളൂ. മിൽക്കിലേക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന് ആരെന്നേ മാത്രമേ ഞാൻ ചോദിക്കത്തുള്ളൂ. കാര്യം പെട്ടെന്ന് ലൂയിസ് പാസ്ചർ എഴുതാൻ സാധ്യതയുണ്ട്. ഇനി ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷനിൽ ഞാൻ പ്രത്യേകിച്ച് നമുക്ക് നോക്കാനൊന്നുമില്ല അല്ലേ. മിനിമൽ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ആൻഡ് സെൻസറി ചേഞ്ചസ് ഉണ്ടാകാൻ പാടുള്ളൂ. ആൻഡ് എന്ത് ചെയ്യണം, എല്ലാ പാത്തോജനിക് മൈക്രോ ഓർഗാനിസം 10% നശിപ്പിച്ചിരിക്കണം അല്ലേ. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ ടൈം ലിമിറ്റുകളാണ് ഈ രണ്ടാമത്തെ ഡെഫിനിഷനിൽ പറയുന്നത്. ഇത് മാത്രമല്ല, ഇതിന് നമ്മുടെ ഈ ലക്ഷ്യം നിറവേറ്റുന്ന ഏത് ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻസും ഉപയോഗിക്കാമെന്നും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പാസ്ചറൈസേഷൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 5 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് താഴ്ത്തണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നോർമൽ പാസ്ചറൈസേഷൻ ആണ്, UHT അല്ല. UHT നമുക്ക് പാക്കേജിങ് ഡിഫറെൻ്റ് ആണ് കേട്ടോ, അത് പറഞ്ഞുതരാം. അപ്പോൾ നീഡ് എന്താണെന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട്, വലിയ കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത്.
അതുപോലെ ഒബ്ജക്ഷൻസ് നോക്കി വെക്കണം നമ്മൾ. ഒബ്ജക്റ്റീവ്സ് നേരത്തെ പറഞ്ഞില്ല, ഒബ്ജക്റ്റീവ്സ് സിമ്പിളാണ്. എന്തൊക്കെയാണ്? നമുക്ക് ഒന്ന് പാത്തജൻ ഫ്രീ ആക്കണം, 2 ഷെൽഫ് ലൈഫ് കൂട്ടണം, അതാണ്. പിന്നെ നീഡ് പറഞ്ഞു. പിന്നെ ഒബ്ജക്ഷൻസ് പറയുമ്പോഴത്തേക്കും പാസ്ചറേഷൻ എൻകറേജ് സ്ലാക്കനിങ് ഓഫ് എഫേർട്സ് സാനിറ്ററി മിൽക്ക് പ്രൊഡക്ഷൻ ആൾക്കാർ പിന്തിരിഞ്ഞിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ലോ ക്വാളിറ്റി മിൽക്കിനെ മാസ്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ ഡിമിനിഷ് ദ സിഗ്നിഫിക്കൻറ്റ് ന്യൂട്രീറ്റീവ് വാല്യൂ ഓഫ് മിൽക്ക്, അല്ലെ വൈറ്റമിൻ സിയിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ ക്രീം ലൈൻസ് കുറയും, അല്ലെങ്കിൽ ക്രീം വോളിയം കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ എന്താണ്? ഡിലേഡ് ക്ലോട്ടിംഗ് ടൈം, റെനറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ക്ലോട്ടിംഗ് ടൈം കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ പാസ്ചറേഷൻ മേ ബി കെയർലെസ്ലി ഡൺ, ഇറ്റ് മേ ഗിവ് എ ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി, അല്ലേ? നമ്മൾ വൃത്തിയായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ആളിന് ഒരു ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇറ്റ് ഫെയിൽസ് ടു ഡിസ്ട്രോയ് ബാക്ടീരിയൽ ടോക്സിൻസ് ഇൻ മിൽക്ക്, മിൽക്കിലുള്ള ബാക്ടീരിയൽ ടോക്സിൻസ് നശിപ്പിക്കാൻ അത് പറ്റത്തില്ല അതിന്. അതുപോലെ ഇന്ത്യയെ സംബന്ധിച്ച് പാസ്ചറേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം മിക്കവാറും എല്ലാവരും എന്താണ്? ചൂടാക്കിയിട്ടേ കുടിക്കാറുള്ളൂ. ഓക്കെ, ഇനി എന്താ നമുക്ക് പറഞ്ഞാൽ ഫോർമുലേഷൻസ് അല്ലേ? എങ്ങനെ ഫോർമുലേഷൻ ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് എന്താണ്? ബാക്ടീരിയൽ സ്റ്റാൻഡേർഡ് ആണ്, അല്ലേ? ബാക്ടീരിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ നമ്മൾ പറഞ്ഞ എല്ലാ പാത്തോജനിക് ഓർഗാൻസിനെ നശിപ്പിക്കണം, അല്ലേ? അതുപോലെ എന്താണ്? ഇപ്പോൾ നിലവിലത്തെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഓർഗാൻസ് ഏതാണ്? കോക്സില ബെർനറ്റിയാണ്, അത് ഉണ്ടാക്കുന്ന ക്യൂഫ്യൂർ ആണ്. അതുപോലെ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസ് ആയിരുന്നു നേരത്തെ നമ്മൾ എന്തായിട്ട് ഇൻഡിക്കേറ്റർ ഓർഗാനിസമായിട്ട് നമ്മൾ പരിഗണിച്ചിരുന്നത്, അല്ലേ? ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേടാ? ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ക്രീം ലൈൻ റിഡക്ഷൻ ആണ്. ക്രീം ലൈൻ റിഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ക്രീം ലൈൻ എന്താ, നമുക്കൊരു ഓവർ ഹീറ്റ് ചെയ്താൽ ക്രീം ലൈൻ കുറഞ്ഞു വരും. ഇത് നമുക്ക് കൺസ്യൂമർ എന്തായിട്ട് ഒരു ക്വാളിറ്റി ഓഫ് മിൽക്ക്, അല്ലേ? മിൽക്കിൻ്റെ ക്വാളിറ്റി ജഡ്ജ് ചെയ്യുന്നൊരു ക്രൈറ്റീരിയ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ക്രീം ലൈൻ റിഡക്ഷനിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ എത്താതെ നോക്കണമെന്ന് പറയുന്നത്. അടുത്തത് ഫോസ്ഫറ്റേസ് ഇനാക്ടിവേഷൻ. നമ്മുടെ പാസ്ചറൈസേഷൻ എഫിഷ്യൻസി നമ്മൾ പരിശോധിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ടെസ്റ്റ് വെച്ചിട്ടാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഫോസ്ഫറ്റേസ് എൻസൈമിനെ ഇനാക്ടിവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്തിന്? ടു ഡിറ്റക്ട് ദ പാസ്ചറൈസേഷൻ ഈസ് ആഡിക്വേറ്റ്, അല്ലേ? ഓക്കെ, ഇനി നമുക്ക് മറ്റുള്ള സ്റ്റാൻഡേർഡ്സ് നോക്കാടാ. ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയാണ്? TB ജംസിനെ കൊള്ളണമെങ്കിൽ 30 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഈ ഒരു ടെമ്പറേച്ചറിൽ, അപ്പോൾ ഓരോ ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ പാസ്ചറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ MCQലേക്ക് പോകാടാ. ഇനി നമുക്ക് MCQs പരിശോധിക്കാം, അല്ലേ? എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഹു ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് ദ പാസ്ചറൈസേഷൻ പ്രോസസ്, അല്ലേ? പാസ്ചറൈസേഷൻ പ്രോസസിന്റെ ഡെവലപ്മെന്റ് ക്രെഡിറ്റ് ആർക്കാ പോകുന്നത്? ലൂയിസ് പാസ്ചറിനാണ്, അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം, അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇൻ വാട്ട് ഇയർ ഡിഡ് ലൂയിസ് പാസ്ചർ ഡെമോൺസ്ട്രേറ്റ് ദ എഫക്ട് ഓഫ് ഹീറ്റിംഗ് ഓഫ് വൈൻ ടു കിൽ മൈക്രോ ഓർഗാനിസംസ്? 60-64 അല്ലേ? 860-64 അദ്ദേഹം ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തത്, അല്ലേ? അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ടെമ്പറേച്ചർ റേഞ്ച് ഡിഡ് ലൂയിസ് പാസ്ചർ റെക്കമെൻഡ് ഫോർ ഹീറ്റിംഗ് വൈൻ? വൈൻ ഹീറ്റ് ചെയ്യാൻ വേണ്ടി 50-60 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് അദ്ദേഹം എന്ത് ചെയ്തത്? അദ്ദേഹം റെക്കമെൻഡ് ചെയ്ത ടെമ്പറേച്ചർ, അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ആട്രിബ്യൂട്ടഡ് വിത്ത് ദ പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക്, അല്ലേ? പാസ്ചറൈസേഷൻ മിൽക്കിന്റെ ക്രെഡിറ്റ് ആർക്കാ പോകുന്നത്? ആരാണ്? ഡോക്ടർ സോക്സെൽറ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു പാസ്ചറൈസേഷൻ മെത്തേഡ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ മിൽക്കിൽ ആദ്യമായിട്ട് പാസ്ചറൈസേഷൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞത് ആരാണ്? സോക്സെൽറ്റ് ആണ്, അല്ലേ? സി ആണ് ഉത്തരം. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഇയർ മിൽക്ക് പാസ്ചറൈസേഷൻ വാസ് ആട്രിബ്യൂട്ടഡ് ടു ഡോക്ടർ സോക്സെൽറ്റ് ഇൻ ജർമ്മനി? വർഷം 1886 ആണ്, അല്ലേ? 1886. ഓക്കെ, അതുപോലെ നോക്കാം. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ബിലോ, അല്ലേ? നോക്കാം. ലൂയിസ് പാസ്ചേഴ്സ് എക്സ്പെരിമെന്റ്സ് ഓൺ ഹീറ്റിംഗ് വൈൻ ടു കിൽ സ്പോയിലേജ് ഓർഗാനിസംസ് വെയർ കണ്ടക്ടഡ് ബിറ്റ്വീൻ 1860 and 64. അത് ശരിയായ പ്രസ്താവനയാണ്, അല്ലേ? ശരിയല്ലേ ചോദിച്ചിരിക്കുന്നത്? അതെ. അതുപോലെ പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് ഈസ് ക്രെഡിറ്റഡ് ടു ഡോക്ടർ സോക്സെൽറ്റ് ഓഫ് ജർമ്മനി ഇൻ ദ ഇയർ 1886. യെസ്, അതും ശരിയായ പ്രസ്താവനയാണ്. അതുപോലെ അക്കോർഡിംഗ് ടു ദ ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷൻ പാസ്ചറൈസേഷൻ പ്രൈമറി ഗോൾ ഈസ് ടു എൻഹാൻസ് ദ ഫ്ലേവർ ഓഫ് മിൽക്ക്. തെറ്റ് അല്ല. എന്താണ് പ്രൈമറി ഗോൾ? എന്തിനാണ് ആ പ്രൈമറി ഗോള്? വളരെ സിമ്പിൾ ആണ്. പ്രൈമറി ഗോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ടു റെൻഡർ ഫ്രീ ഫോർ ഹ്യൂമൻ കോൺസെപ്ഷൻ, അല്ല? അപ്പോൾ 1, 2 ആണ് ശരി, 3 തെറ്റ്, എ ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? താഴെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നു. പാസ്ചറൈസേഷൻ ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്, അല്ലേ? അല്ല, തെറ്റായ പ്രസ്താവന. എന്തില്? മിൽക്കിലോ മിൽക്ക് പ്രൊഡക്റ്റിൽ മാത്രമല്ല, ഏത് ലിക്വിഡിന് വേണമെന്നുണ്ടെങ്കിൽ ഈവൻ എഗ്ഗിന് വരെ പാസ്ചറൈസേഷൻ ഉണ്ട് കേട്ടോ. എഗ്ഗിന് നമുക്ക് പാസ്ചറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പാസ്ചറൈസേഷൻ ഈസ് ടു റെൻഡർ മിൽക്ക് 100% സേഫ് ഫോർ ഹ്യൂമൻ കൺസംഷൻ ബൈ ഡിസ്ട്രോയിങ് ഓൾ പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ നമുക്ക് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പാസ്ചറൈസേഷൻ എന്താണ്? ടു റെൻഡർ മിൽക്ക് 100% സേഫ് ഫോർ ഹ്യൂമൻ കൺസംഷൻ, അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ ഡിസ്ട്രോയിങ് ഓൾ പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ്. ഓൾ പാത്തോജനിക് എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 100% എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ഒരു സംശയം വേണ്ട, കാരണം എന്താണ് ഇവിടെ പാത്തോജൻസിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. അതുപോലെ പാസ്ചറൈസേഷൻ എയിംസ് ടു ഇംപ്രൂവ് ദ കീപ്പിംഗ് ക്വാളിറ്റി ഓഫ് മിൽക്ക് ബൈ ഡിസ്ട്രോയിങ് 100% സ്പോയിലേജ് ഓർഗാനിസംസ്. തെറ്റായ പ്രസ്താവനയാണ്. സ്പോയിലേജ് ഓർഗാനിസത്തിന്റെ ഒരു 99% വരെയൊക്കെ മാക്സിമം നശിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ C 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന, അല്ലേ? ഓക്കെ, അപ്പോൾ 2 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വൈ ഈസ് പാസ്ചറൈസേഷൻ നെസസറി? എന്തിനാ പാസ്ചറൈസേഷൻ അത്യാവശ്യം എന്ന് പറയുന്നത്?
ടു ഇൻക്രീസ് ദ മിൽക്ക് ഷെൽഫ് ലൈഫ് വിത്തൗട്ട് റെഫ്രിജറേഷൻ അല്ല, ഒന്നുമല്ല. എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സൂപ്പർവൈസ് ആൾ മിൽക്ക് സപ്ലൈസ് ക്ലോസ്ലി. നോക്കൂ, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്കൊരു സംശയം, അവിടെ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? വളരെ സിമ്പിൾ ആണ്. നോക്ക്, എന്താണ് അതിന്റെ പ്രൈമറി എയിം എന്ന് പറയുമ്പോൾ? പ്രൈമറി എയിം എന്ന് പറയുമ്പോൾ മാക്സിമം നമുക്ക് നമ്മുടെ മിൽക്കിനെ പാത്തോജൻ ഫ്രീ ആക്കേണ്ടതാണ് നമ്മുടെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ പ്രവൃത്തി കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ പറഞ്ഞ അനിമലിന് ഈ അസുഖങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അതുപോലെ നമ്മുടെ മിൽക്കർക്ക് ഇതേപോലെ പകരാൻ സാധ്യതയുള്ള അസുഖങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതുപോലെ ഈ കൃത്യമായിട്ടുള്ള സൂപ്പർവിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്കിനെ ഉറപ്പായിട്ടും എങ്ങനെ പാത്തോജൻ ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമല്ലേടാ? പറ്റുമല്ലേ? പക്ഷേ ഇത്തരത്തിലുള്ളൊരു സൂപ്പർവിഷൻ നമുക്ക് എപ്പോഴും അത്രയും ക്ലോസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പാസ്ചറൈസേഷൻ നെസസറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ കോമൺ ഒബ്ജെക്ഷൻ ടു പാസ്ചറൈസേഷൻ? പാസ്ചറൈസേഷനെതിരെയുള്ള ഒരു ഒബ്ജെക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഇൻക്രീസസ് ദ മിൽക്ക് ഫാറ്റ് കണ്ടന്റ് കൂട്ടത്തില്ലല്ലേ? അതുപോലെ ഇറ്റ് എൻകറേജ് സ്ലാക്കനിങ് ഓഫ് എഫേർട്സ് ഫോർ സാനിറ്ററി മിൽക്ക് പ്രൊഡക്ഷൻ. അത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയുന്നത്? അത്രേ ഉള്ളൂ. നമുക്ക് സാനിറ്ററി മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കുറേ എഫേർട്ട് ഇടണം. അപ്പോൾ ഇത് പാസ്ചറൈസേഷൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് ഈ എഫേർട്ടിൽ നമ്മൾ കളഞ്ഞിട്ട് ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ദാറ്റ്സ് എ കോമൺ ഒബ്ജെക്ഷൻ അഗെയിൻസ്റ്റ് പാസ്ചറൈസേഷൻ അല്ലേ? ഓക്കെ, അപ്പോൾ അത് ബി ആണ് ഉത്തരം. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ഏതാണ്? പാസ്ചറൈസേഷൻ മേ ബി യൂസ് ടു മാസ്ക് വിച്ച് ഓഫ് ദ ഫോളോവിങ്? ഏതിനെ? ലോ ക്വാളിറ്റി മിൽക്കിനെ മാസ്ക് ചെയ്യാൻ വേണ്ടി ഒരുപക്ഷെ പാസ്ചറൈസേഷൻ ഉപയോഗിക്കാം. സി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ കോക്സില ബർണറ്റി എ ന്യൂ ഇൻഡിക്കേറ്റർ ഓർഗാനിസം? ഏതാണ്? ക്യൂ ഫീവർ ആണ് കോക്സില ബർണറ്റി കാരണം ഉണ്ടാകുന്ന അസുഖം അല്ലേ? അതുപോലെ നോക്കാം. വാട്ട് ഈസ് വൺ ഓഫ് ദി ഒബ്ജക്ഷൻസ് ടു പാസ്ചറൈസേഷൻ റിലേറ്റഡ് ടു മിൽക്സ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? നോക്കാം, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താ പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാകുന്നത്? വളരെ സിമ്പിൾ ആണ്, നമുക്കറിയാം. എന്താണ്? ക്രീം ലൈൻ റിഡക്ഷൻ ഉണ്ടാകുന്നത് അല്ലേ? അത്രയേ ഉള്ളൂ. ക്രീം ലൈൻ റിഡക്ഷൻ എന്താണ്? ഇറ്റ് റെഡ്യൂസസ് ദ ക്രീം ലൈൻ ഓർ ക്രീം വോളിയം അല്ലേ? ഓക്കെ, അപ്പോൾ അതുപോലെ പാസ്ചറൈസേഷൻസ് എഫക്റ്റ് ഓൺ ബാക്ടീരിയൽ ടോക്സിൻസ് ഇൻ മിൽക്ക്. ബാക്ടീരിയൽ ടോക്സിൻസിന്റെ പാസ്ചറൈസേഷനുള്ള എഫക്റ്റ് എന്താണ്? ഇറ്റ് ഹാസ് നോ എഫക്റ്റ്. പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഇല്ല. ബാക്ടീരിയൽ ടോക്സിൻസിനെ നശിപ്പിക്കില്ല പാസ്ചറൈസേഷൻ അല്ലേ? അതുപോലെ ഹൗ ഡസ് പാസ്ചറൈസേഷൻ അഫക്ട് ദ ക്രീം ലൈൻ ഓഫ് മിൽക്ക്? എങ്ങനെയാണ്? ഇൻക്രീസസ് സിഗ്നിഫിക്കൻറ്റ്ലി വിത്ത് ടെമ്പറേച്ചർ ടൈം ഓഫ് ഹീറ്റിംഗ്? അല്ല, ഡിക്രീസസ് പ്രോഗ്രസീവ്ലി വിത്ത് ദ ടെമ്പറേച്ചർ ടൈം ഓഫ് ഹീറ്റിംഗ് അല്ലേ? ടെമ്പറേച്ചറും അതുപോലെ ഹീറ്റ് ചെയ്യുന്ന ടൈമും കൂടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്രീം ലൈൻ കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ വാട്ട് ടെസ്റ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ദ ഇനാഡിക്വേറ്റ് പാസ്ചറൈസേഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം, കാണാതെ പഠിച്ചു കഴിഞ്ഞു. ഏതാ മക്കളെ? ഫോസ്ഫറ്റേസ് ടെസ്റ്റ് അല്ലേ? ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. ഓക്കെ, അതുപോലെ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് ഒബ്ജക്ഷൻ ടു പാസ്ചറൈസേഷൻ? താഴെ തന്നിരിക്കുന്നവയിൽ പാസ്ചറൈസേഷനെതിരെയുള്ള ഒരു വാലിഡ് ഒബ്ജക്ഷൻ അല്ലാത്തത് ഏത് ചോദിക്കാം. ഇറ്റ് ക്യാൻ ബി കെയർലെസ്ലി ഡൺ പ്രൊവൈഡിങ് എ ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി. അതൊരു ഒബ്ജക്ഷൻ ആണ്. അതുപോലെ ഇറ്റ് സിഗ്നിഫിക്കൻറ്റ്ലി ഇൻക്രീസസ് ദ മിൽക്സ് നാച്ചുറൽ ഫ്ലേവർ. തെറ്റാണ് അല്ലേ? ഒരുപാട് ഫ്ലേവർ ഒന്നും വർദ്ധിപ്പിക്കുന്നില്ല. അപ്പോൾ എന്താണ് ആൻസർ? ബി ആണ്. ബാക്കിയെല്ലാം നമുക്ക് അംഗീകരിച്ചിട്ടുള്ള ഒബ്ജക്ഷൻസ് ആണ് അല്ലേ? ഓക്കെ, അടുത്ത് നോക്കാം. വാട്ട് ടെമ്പറേച്ചർ ആൻഡ് ടൈം ആർ റിക്വയർഡ് ടു കിൽ ടി ബി ജംസ് ഇൻ മിൽക്ക്? ടി ബി ജംസിനെ കൊല്ലാൻ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് രണ്ടും പെടും അല്ലേ? എങ്ങനെ? 30 മിനിറ്റ്സിൻ്റെയും 50 സെക്കൻഡിൻ്റെയും രണ്ട് ടെമ്പറേച്ചർ ടൈമും ടി ബി ജംസിനെതിരെയുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ആക്ച്വൽ പാസ്ചറൈസേഷൻ റിക്വയർമെന്റ് ഫോർ മിൽക്ക്? പാസ്ചറൈസേഷൻ റിക്വയർമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും 143 ഡിഗ്രി ഫാരൻഹീറ്റ് ഫോർ 30 മിനിറ്റ്സ് ഓർ 160 ഡിഗ്രി ഫാരൻഹീറ്റ് ഫോർ 15 മിനിറ്റ്സ് ആണ് ശരിക്കുള്ള പാസ്ചറൈസേഷൻ റിക്വയർമെന്റ്. അപ്പോൾ വേറെ ഏത് തരത്തിലുള്ള ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷനും നമുക്ക് എഫക്റ്റീവ് ആവുന്ന തരത്തിൽ ഉപയോഗിക്കാം. UHT ഒക്കെ വേറെ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇത് മെത്തേഡ് പഠിപ്പിച്ചിട്ടോ. മെത്തേഡ് പഠിപ്പിക്കുമ്പോഴേ മാത്രമേ ഇത് കൂടുതൽ പറയത്തുള്ളൂ. ഇത് ജസ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. കാരണം നമുക്ക് ഒരു ടേബിൾ തന്നേക്കുന്നു കേട്ടോ. അറ്റ് വാട്ട് ടെമ്പറേച്ചർ ആൻഡ് ടൈം ഡസ് ക്രീം ലൈൻ റിഡക്ഷൻ അല്ലേ? ക്രീം ലൈൻ റിഡക്ഷൻ എപ്പോഴാണ് വരുന്നത്? എപ്പോഴാ? 144 ഡിഗ്രി ഫാരൻഹീറ്റ് ഫോർ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 162 ഡിഗ്രി ഫാരൻഹീറ്റ് ഫോർ 15 സെക്കൻഡ്സ് അല്ലേ? ഓക്കെ, അതുപോലെ അസേഷൻ നോക്കാം. പാസ്ചറൈസേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ മേക്കിംഗ് മിൽക്ക് സേഫ് ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ. ശരിയായിട്ടുള്ള അനുമാനമാണ്. അതിൻ്റെ കാരണം നോക്കാം. പാസ്ചറൈസേഷൻ ഡിസ്ട്രോയ്സ് 100% ഓഫ് പാത്തോജനിക് ഓർഗാനിസംസ് മിൽക്ക്. അതും ശരിയായാണ്. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള കാരണം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ബോത്ത് അസേഷൻ ആർ റീസൺ ആർ കറക്റ്റ്. എന്താണ് ഇവിടെ? ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അങ്ങനെയല്ല, ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് വരുന്നത് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് കോക്സില ബർണറ്റി ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓർഗാനിസം ഹാസ് അപ്ഡേറ്റഡ് പാസ്ചറൈസേഷൻ സ്റ്റാൻഡേർഡ്സ്. യെസ്, ശരിയാണ്. എന്താണ്? കോക്സില ബർണറ്റിയെ കൊണ്ടുവന്നപ്പോഴത്തേക്കും പാസ്ചറൈസേഷൻ സ്റ്റാൻഡേർഡ്സ് മാറി മറിഞ്ഞു എന്നുള്ളതാണ് അല്ലേ? അതായത് നേരത്തെയുള്ള സ്റ്റാൻഡേർഡിൽ എന്തായിരുന്നു? നമുക്ക് ഇൻഡിക്കേറ്റർ ഓർഗാനിസം ഏതായിരുന്നു?
ഏതായിരുന്നടാ? മൈക്കോബാക്ടീരിയ ആയിരുന്നില്ല. ഇപ്പോൾ അത് മാറി. എന്താ റീസൺ നോക്കാം. കോക്സില ബർണറ്റി കോസസ് ക്യൂ ഫീവർ ആൻഡ് ഇറ്റ്സ് ഹീറ്റ് റെസിസ്റ്റൻസ് മേക്സ് ഇറ്റ് സൂറ്റബിൾ ഇൻഡെക്സ് ഫോർ എൻഷുറിംഗ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾ അതർ പാത്തോജൻസ്. അല്ലേ? ഓക്കെ, അത് വളരെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കോക്സില ബർണറ്റി ക്യൂ ഫീവറിന് കാരണമാകുന്നു. അതിന്റെ ഹീറ്റ് റെസിസ്റ്റൻസ് ആണ് ഇതൊരു ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡെക്സ് ആക്കി മാറ്റുന്നത്. അല്ലേ? ഹീറ്റ് റെസിസ്റ്റൻസ് നമുക്ക് ടി ബി ആക്കാളും കുറവായിട്ടുള്ള ഓർഗാൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിക്കൊണ്ടുവരോടാ? ഇല്ലല്ലേ? അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, നാളെ നശിച്ചു പോകും. ഇൻഡിക്കേറ്റർ ഓർഗാൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. എന്താ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പാസ്ചറൈസേഷൻ കഴിഞ്ഞാൽ ആ സാധനം ഉണ്ടാവരുത്. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ എന്താണ്? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് ദ റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേർഷൻ. അങ്ങനെയാണ് അതിൻ്റെ ഉത്തരം വരിക. അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മക്കളെ അതിൻ്റെ ചോദ്യങ്ങളെല്ലാം വരിക. നമ്മുടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പരീക്ഷ പോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയിലും 1ഉം 2ഉം റാങ്ക് അടക്കം കംപ്ലീറ്റ് സഹകാരി അടിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കിണഞ്ഞ് പരിശ്രമിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസകൾ. താങ്ക് യു.